ശാലേമിൻ പ്രിയരേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ, ആ മഹൽ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. സിയോൻ മണാളരേ, ശാലേമിൻ പ്രിയരേ, സിയോൻ മണാളരേ, ശാലേമിൻ പ്രിയരേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. വരനെ നിൻ വരവേതു നേരത്തെ അറിയുന്നില്ല ഞാൻ, വരനെ നിൻ വരവേതു നേരത്തെ അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയോൻ മണാളരേ, ശാലേമിൻ പ്രിയരേ, സിയോൻ മണാളരേ, ശാലേമിൻ പ്രിയരേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. 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 പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു സ്ട്രേഞ്ചറായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഫാമിലിയിൽ ഒരു അംഗമായി. സ്പെഷ്യലി ബിക്കോസ് നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഐ ഫീൽ മൈസെൽഫ് ഞാൻ ഈ കുടുംബത്തിൽ ഒരു അംഗമായിപ്പോൾ. അതുകൊണ്ട് ഇനി ഞാൻ അന്യനല്ല. സ്തോത്രം. നിങ്ങളെല്ലാം വീണ്ടും കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ഇത് എനിക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെ കടന്നു വരുമെന്നോ പാസ്റ്റർ ജോൺസണുമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചവനല്ല. പക്ഷേ ദൈവം ഒരുക്കിയ അത്ഭുത വഴിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ദൈവകൃപയാൽ ഹോപ്പാം ചർച്ചിലേക്ക് ചെല്ലുവാനും ദൈവത്തിൻ്റെ വചനം പറയുവാനും ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് പാസ്റ്ററുടെ വീട്ടിലേക്ക് പോയി ഒരു എന്താ പറയുന്ന ഒരു 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 മാരേജ് ഫീസ്റ്റ് പോലെ ഒരു നല്ല ഒരു രുചികരമായ ഒരു ഭക്ഷണം ഭക്ഷിച്ച് ആ ബലത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. സോ ഐ മസ്റ്റ് താങ്ക് പാസ്റ്റർ ആൻഡ് ഫാമിലി ഫോർ ദാറ്റ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ദൈവവചനം പറയുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് എനിക്ക് നമ്മുടെ ബ്രദർ വിജയ് സജ്ജയോട് ഐ am asking pardon. Why? Because నాకు సరళంగా తెలుగు మాట్లాడలేను. So today I'll be speaking in Malayalam, and if God gives me word, I can use a little bit of English, that's all, because I'm not that fluent like you, right? Okay. ദൈവത്തിന് സ്തോത്രം. എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ഓർത്തപ്പോൾ, ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിയോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററുടെ വൈഫിനോട്, ദൈവഹിതത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇവിടെ വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ, ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ ബാധ്യസ്ഥനുമല്ല എന്നും
എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എൻ്റെ കൺകളെ ഉയർത്തുന്നു എന്നുമുള്ള അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനും എനിക്കിഷ്ടമായ സിയോൻ മണാളനെ എന്നുള്ള പാട്ടുകളൊക്കെ പാടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ നാം കേട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പാട്ടുകളോട് ചേർന്നതായും ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കും കൂടെ ചേർത്ത് ഒരു വിഷയമെടുത്ത് സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ NCFI എന്ന് പറഞ്ഞപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വെളിപ്പാട് പുസ്തകത്തിന് സംസാരിച്ചത്. അപ്പോൾ ഇന്നും വെളിപ്പാട് പുസ്തകം സംസാരിക്കണമെന്ന് കരുതി വന്നു. പക്ഷേ അതിന് ഞാനൊന്ന് മാറ്റിപ്പിടിക്കുന്നു. ഇപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും. പക്ഷേ എനിക്കതൊരു പുതിയ രൂപത്തിൽ ഇന്ന് നിങ്ങളോട് അവതരിപ്പിക്കണം എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഫ്രം നത്തിങ് ടു അബൻഡൻസ്, ഗോഡ്സ് പ്ലാൻ ആൻഡ് സൊല്യൂഷൻ ഫോർ അവർ പ്രോബ്ലംസ്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട ബൈബിൾ വേഴ്സ് 2 Kings chapter 4 verse 2. 2 Kings 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ മതി. വളരെ ഇമ്പോർട്ടൻ്റായ 2 ക്വസ്റ്റ്യനുകളാണ് എലീഷ ആ സഹോദരിയോട് ചോദിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണും. ഞാനും പണ്ടൊരിക്കൽ ഇത് ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുതിയ ഒരു ആംഗിളിൽ ആണ് ദൈവം എനിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയും കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുടെ വേളകളിൽ ആരെങ്കിലും വന്നോ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ടോ? നമ്മളും കാത്തു കിടക്കുന്ന അതിനു വേണ്ടിയിട്ടല്ലയോ? നമ്മൾ ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിൽ ആരോട് പറയും, ആരോട് സഹായത്തിന് വേണ്ടി പോകും എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ ചോദിക്കാൻ ഒക്കുമോ? അങ്ങനെ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാതെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ഒക്കുമോ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നു എന്തും ചെയ്യുവാൻ കഴിവുള്ളവനായിരിക്കും ചോദിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവസ്ഥയും കൂടെ ഒന്ന് അറിയണമല്ലോ, എന്തുമാത്രം സഹായിക്കണമെന്ന്. ഞാനാണെങ്കിൽ പറഞ്ഞതിനെ എനിക്കൊരു 5000 രൂപയുടെ ഒരു ആവശ്യമുണ്ട്. കയ്യിൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ 50 പൈസയുണ്ട്. ബാക്കിയുള്ള 4999 രൂപ 50 പൈസയും തന്നാൽ മതി. അപ്പം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് എലീശാവ് ചോദിക്കുന്നു. ആക്ച്വലി ഗോഡ് ഈസ് അവർ ഹെൽപ്പ് ആൻഡ് ഹോപ്പ്. സങ്കീർത്തനം 46:1 നമ്മൾ വായിക്കുന്നത്, അവൻ നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവൻ്റെ പേര് LS റെയ്നു എന്നാണ്. ഗോഡ് ഈസ് അവർ ഹെൽപ്പ്. പക്ഷെ ഒന്നും ഓർക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് വി ആർ നോട്ട് ഇമ്മ്യൂൺ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഇമ്മ്യൂണിറ്റി. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, സൺഡേ സർവീസിനെല്ലാം പോകുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, ദൈവവചനം പഠിക്കുന്നു. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടം? എനിക്ക് എന്തുകൊണ്ട് ഈ പ്രയാസങ്ങൾ? ദൈവത്തിന് കണ്ണില്ലയോ? ദൈവത്തിന് സൂക്ഷിക്കുവാൻ കഴിയുകയില്ലയോ?
ഞാനൊരു ദൈവ പൈതലായിട്ട് എനിക്ക് ഈ ഭാരം എൻ്റെ കർത്താവിൻ്റെ തലയിൽ വയ്ക്കുവാൻ കാരണം എന്തുകൊണ്ട് ഞാനിതേ സഹിക്കണം? സമയത്തിൽ നിർത്താൻ പോലും കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ശ്രമിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവദിനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയം പോകുന്ന അറിയത്തില്ല. പാസ്റ്റർ കൈപൊക്കുമ്പോഴായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് സമയം പോയല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു സഹോദരന് ഒരു ഓഫീസിൽ 2 പേരുണ്ടായിരുന്നു. ഒരുത്തൻ വിശ്വാസി, ഇനിയൊരുത്തൻ അവിശ്വാസി. 2 പേരുടെ ഭാര്യമാരും ഗർഭിണികളായിരുന്നു. ഈ വിശ്വാസി എപ്പോഴും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റവരെല്ലാം ആ ബ്രദറിനെ കളിയാക്കുമായിരിക്കും. പ്രസവകാലം വന്നു, കുഞ്ഞുങ്ങളും വന്നു. ഈ അവിശ്വാസിക്ക് ജനിച്ച കൊച്ച് നല്ല സുന്ദരനും മിടുക്കനും കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നിപ്പോകും. താങ്ക് യു ബ്രദർ. എന്നാൽ ഈ വിശ്വാസിക്ക് ജനിച്ച കൊച്ച് പ്രോബ്ലത്തോടെയാണ് ജനിച്ചത്. പ്രസവിച്ച് വന്നപ്പോഴേ വെന്റിലേറ്ററിൽ കയറ്റേണ്ടി വന്നു എന്ന് മാത്രമല്ല, അതിന് പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് മാത്രമല്ല, ഇതെല്ലാം ടെസ്റ്റ് കഴിഞ്ഞാലും ഈ കുഞ്ഞ് എങ്ങനെ ആയിരിക്കും എന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ കൈ വരുമോ കാൽ വരുമോ, ഇങ്ങനെ പലവിധമായ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും വീണ്ടും കളിയാക്കി. നീ ദൈവത്തെ വിശ്വസിക്കുന്നു, നിനക്ക് ഈ പ്രശ്നം, അവൻ ദൈവമില്ല എന്ന് പറയുന്നു, അവനിക്ക് ഒരു അഴകായ ഒരു രാജകുമാരൻ പോലെ ഒരു കൊച്ചു, എന്തീ നിന്റെ ദൈവം? നമ്മളാണെങ്കിൽ എന്തോ മറുപടി പറയും? ഈ ദൈവത്തെ പോയി ഞാൻ വിശ്വസിച്ചല്ലോ, എൻ്റെ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നല്ലോ, ഇപ്പം ഇവരോട് ഞാൻ എന്ത് മറുപടി പറയും? ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കും? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത്, വീണ്ടും അദ്ദേഹം ചിരിച്ചു പറഞ്ഞു, സഹോദരാ, നിങ്ങൾക്ക് എൻ്റെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ കളിയാക്കുന്നത്. ഈ എൻ്റെ കൊച്ച് ആ സഹോദരനും, ആ സഹോദരന് കിട്ടിയ കൊച്ച് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അവൻ ആ കൊച്ചിനെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞേനെ. എന്ന് മാത്രമല്ല, ഒന്നുകൂടി ദൈവത്തെ ദുഷിച്ചേനെ. പക്ഷെ എന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ടും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവനുമായതുകൊണ്ട് എന്നെയും എൻ്റെ വിശ്വാസത്തെയും നന്നായി അറിയുന്ന ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കൊച്ചിനെ കൊടുത്തത്. കാരണം ദൈവസ്നേഹത്തെ ഞാൻ ആ കൊച്ചിനെ പകർത്തും എന്നോ അതിനെയും ഞാൻ നന്നായിട്ട് വളർത്തിയെടുക്കുമെന്നോ അപ്പോഴും എൻ്റെ വിശ്വാസം തകർന്നു പോകാതെ ഞാൻ കർത്താവിൽ ആശ്രയിക്കുമെന്നോ ലോകത്തിൻ്റെ മധ്യയിൽ വീണ്ടും ഞാൻ സാക്ഷിയായി നിന്ന് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നോ അറിഞ്ഞതുകൊണ്ട് അവൻ എനിക്കത് തന്നു, അവനത് കൊടുത്തില്ല. സകലവും പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം കഴിവുള്ളവനാണ്. അവന് സൗഖ്യം കൊടുക്കണം എൻ്റെ ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അത് നിറവേറ്റും. പക്ഷേ എന്നെ പരീക്ഷിക്കുവാൻ എൻ്റെ ദൈവം തന്ന ഒരവസരമാണ്. കഷ്ടങ്ങളിൽ കൂടി അല്ലേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ എത്ര പേരാണ് സ്തോത്രം പറയാത്തത്? എല്ലാവരും പറയും പ്രൈസ് യുവർ ഹാൻഡ് ആൻഡ് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്തോത്രം പറയും. പക്ഷെ കഷ്ടങ്ങളുടെ പാതകൾ കൂടി കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടുകളുടെ പാതകൾ കൂടി കടന്നു പോകുമ്പോൾ, അടുത്ത ചുവട് എവിടെ എടുത്തു വെക്കണമെന്ന് അറിയാതെ ഒരു വഴികളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്ക് മുൻപായിട്ട് എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, വാതിലുകൾ അടഞ്ഞാൽ ഒന്ന് നിശ്ചയം, ഒരു പുതുവഴി എൻ്റെ ദൈവം തുറക്കാൻ പോകുന്നു. കഷ്ടങ്ങൾ വന്നാൽ take it for granted you are on the right path if you are a child of God. കഷ്ടങ്ങളെ വന്നില്ലെങ്കിൽ think that you are compromising with the world. യോബിന്റെ പുസ്തകം 14:1 നമ്മൾ വായിച്ചു നോക്കുക. ഒന്ന് ഫാസ്റ്റായിട്ട് വായിച്ച് എന്നെ സഹായിക്കണം, കാരണം എനിക്ക് സമയത്തിന് നിർത്തണമല്ലോ. 14:1 സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ
അല്പായുസുള്ളവനും ആഹാ അവന് കഷ്ടം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ കഷ്ടസമ്പൂർണന. എഴുതിയത് ആരാന്നറിയാമോ? യോബ. യോബ ആരാന്നറിയാമോ? ഡോക്ടറേറ്റ് ഹോൾഡറാ, PhD ഹോൾഡറാ. ഇതിലാന്നറിയാമോ? കഷ്ടങ്ങൾ സഹിക്കുന്നതല്ല. കഷ്ടങ്ങൾ സഹിച്ച് 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 പുള്ളി ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ശേഷം അത്രത്തോളം കഷ്ടം സഹിച്ചവൻ ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് യോബായിരിക്കും. ആ യോബ് പറയുന്നത് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അവൻ കഷ്ടസമ്പൂർണനാണ്. ദൈവത്തിന് സ്തോത്രം. 2 തിമോത്തിയോ 3:12 കൂടി ഒരാൾ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2 തിമോത്തിയോസ് 3:12 പൗലോസ് ഒരു വാക്ക് പറയുന്നു, ക്രിസ്തയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ. മനസ്സില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കർത്താവേ എനിക്ക് വേണ്ട ക്രിസ്തീയ ജീവിതവും വേണ്ട, കഷ്ടവും വേണ്ട, പാടുകളും വേണ്ട, ഒന്നും വേണ്ട. ക്രിസ്തയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുണ്ടെങ്കിൽ മനസ്സുള്ളവർക്ക് എല്ലാം കിട്ടും. എന്തോ കിട്ടും? ഇടിയും കുത്തും എല്ലാം കിട്ടും. എല്ലാ ഉപദ്രവവും ഉണ്ട്. Because you are not immune. God is testing you. God wants to glorify His name only through you. ദുഷിക്കുന്നവൻ മുഖേനയല്ല, സ്തുതിക്കുന്നവൻ മുഖേനയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടത്. കർത്താവ് തന്നെ എന്താ പറഞ്ഞു? യോഹന്നാൻ സുവിശേഷം 16:33 ലോകത്തിൽ നിങ്ങൾക്ക്, പക്ഷെ എന്നാൽ ധൈര്യപ്പെടുവിൻ. എങ്ങനെ? നമുക്കുള്ള വ്യത്യാസവും മറ്റുള്ളവർക്ക് വ്യത്യാസവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കും കഷ്ടമുണ്ട്, നമുക്കും കഷ്ടമുണ്ട്. പക്ഷേ നമുക്ക് ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? ലോകത്തെ ജയിച്ചവനായ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്, അവന്റെ മുഖം നാം അന്വേഷിക്കുന്നതുകൊണ്ട്, അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ കഴിവാ ഉള്ളത്? സ്തോത്രം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴേ ഇവിടെ ഇരിക്കുന്നവരെ എല്ലാം ഞാൻ 3 കാറ്റഗറിക്കകത്താക്കുന്നു. ആസിഡ് 3 കാറ്റഗറി ഉണ്ടല്ലേ. ഒന്ന് ലെഫ്റ്റ്, റൈറ്റ്, ഒന്ന് ബാക്കിലും ഉണ്ട് കുറേ പേര്. പക്ഷേ ഞാൻ ഐ എം പുട്ടിങ് ഓൾ ഇൻ അതർ 3 കാറ്റഗറീസ്. ഒന്ന്, ഈ പാതയിൽ കൂടി, അതായത് ഈ കഷ്ടത്തിൻ്റെ പാതകളിൽ കൂടി കടന്നു പോയവർ. ഇനിയൊന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ. മൂന്നാമത്തെ ഗ്രൂപ്പ് ചോദിക്കുന്നത്, ഞങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? ഞങ്ങൾക്ക് ഇതുവരെ കഷ്ടം വന്നിട്ടുമില്ല. എന്നാ സഹോദരാ പേടിക്കണ്ട, പെട്ടെന്ന് വന്നോളും. അധികം താമസിയാതെ തന്നെ വന്നോളും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കഷ്ടങ്ങളിൽ കൂടി പോയവരുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പോകാത്തവർ പറയും, കളിയാക്കും, ചിലപ്പോൾ പരിഹസിക്കും നിന്നെ. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത്, താമസിയാതെ നീയും കിടക്കേണ്ടി വരും. പോയവൻ പറയും, പോകുന്നവരെ കണ്ടോണ്ട്, ഭാരപ്പെടേണ്ട സഹോദര, ഞാൻ ഈ വഴിയിൽ കൂടി കടന്നുപോയി, പക്ഷെ എന്നാ ദൈവം എന്നെ വഴി നടത്തി. ആ ദൈവം നിന്നെയും വഴി നടത്തും, മറ്റുള്ളവനെ ആശ്വസിപ്പിക്കും. കടന്നു പോകുന്നവൻ അവന്റെ വാക്ക് കേട്ടാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, ഇവന്റെ വാക്ക് കേട്ടാൽ നശിച്ചുപോകും. എന്ന് മാത്രമല്ല, ഈ കടന്നു പോകുന്നവൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ നാളത്തെ ഈ മൂന്നാമത്തെ ഗ്രൂപ്പിനോട് അവൻ പറയും, ഞാനും കടന്നു പോയവനാണ്, ധൈര്യപ്പെടുക സഹോദര, നമ്മുടെ ദൈവം നമ്മളെ കൈവിടുകയില്ല. അപ്പോൾ അവനും വരും. അങ്ങനെ എല്ലാവരും കർത്താവിലാകും. അങ്ങനെയാണല്ലോ നമ്മുടെ സാക്ഷി ജീവിതം വെളിപ്പെടേണ്ടത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ കർത്താവും കഷ്ടങ്ങൾ സഹിച്ചു. 1 പത്രോസ് 2:21, 3:18 ഇതിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് കഷ്ടം സഹിച്ചു. പക്ഷെ കർത്താവ് കഷ്ടം സഹിച്ചത് നമുക്ക് വേണ്ടി, നമുക്ക് പകരം, നമ്മുടെ പാപങ്ങൾക്കായി, നമ്മുടെ ശാപങ്ങൾക്കായി. അതിൻ്റെ തെളിവും അതിൻ്റെ ദൃഷ്ടാന്തമും തിരുവത്താഴ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ അപ്പത്തിനും ഈ വീഞ്ഞിനും നാം ഭാരവാഹികളാകുമ്പോൾ
അവൻ്റെ കഷ്ടാനുഭവത്തിൽ കൂടി നമ്മൾ ഭാരവാഹികളാകണം. അവൻ സഹിച്ച കഷ്ടങ്ങളും നമ്മൾ ഏറ്റെടുക്കാൻ അത്രയെങ്കിലും ഒക്കത്തില്ലെങ്കിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഓരോരോ പ്രാവശ്യവും കഷ്ടങ്ങൾ വരുമ്പോൾ കാൽവരിയിലേക്ക് നമ്മൾ നോക്കണം. അവൻ ഒരു തെറ്റും ചെയ്യാതെ പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപത്തെ കാണുവാൻ കൂടാത്ത അതിവിശുദ്ധ കൺകളെ ഉള്ളവനായ ദൈവം എനിക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇനി നമ്മുടെ ഈ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു സ്ത്രീ ഈ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 7 വരെയുള്ള പോർഷനിലാണ് ഈ സ്റ്റോറി എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീ എലിശ പ്രവാചകനോട് ചെന്ന് തൻ്റെ അവസ്ഥ പറയുകയാണ്. ഇവളാരെന്ന് ചോദിച്ചാൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ. അപ്പോൾ പ്രൊഫറ്റിക്കൽ ഫാമിലിയിലുള്ള ഒരാളാണ്. ഭർത്താവ് പ്രവചിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന്റെ വീട്ടിലാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, കർത്താവിൽ ആമേൻ ഹല്ലേലൂയ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം കഷ്ടങ്ങളുണ്ട്. അതിലാരും ഒഴിഞ്ഞു മാറി നിൽക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ദാസന്റെ വീട്ടിലാണ് ഇപ്പോൾ പ്രശ്നം. പ്രശ്നം എന്താണ്? ഭർത്താവ് മരിച്ചു, ഇപ്പോൾ ഒരു വിധവയായി, കടഭാരം കയറിക്കഴിഞ്ഞു. എങ്ങനെ കടം കയറിയെന്ന് അറിയത്തില്ല. ദൈവദാസനാണ്, കുടിച്ച് ചെലവാക്കി കാണത്തില്ല, സിനിമയ്ക്ക് പോയി ചെലവാക്കി കാണത്തില്ല, അല്ലേ, ചീട്ട് കളിച്ച് കാണത്തില്ല. അവരെപ്പോഴും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. പിന്നെ കടം കയറി. ഒരുപക്ഷെ പാവത്തുങ്ങളെ സഹായിച്ചു കാണും, അല്ലെങ്കിൽ 2-3 കൺവെൻഷനുകൾ നടത്തി കാണും, ചെലവ് കൂടുതലായി കാണും, എങ്ങനെയോ നമുക്കത് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കടഭാരത്തിലാണ്. ഭർത്താവ് മരിച്ചു, ഇവൾ വിധവയാണ്. കടം വീടാനുള്ള മാർഗമില്ല. ഇപ്പൊ കടങ്കാരൻ ചുമ്മാ ഇരിക്കുമോ? കടക്കാരൻ വന്നു, ആരെ പിടിക്കാൻ? പൈസ പോലും ചോദിച്ചില്ല, മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ. കാരണം അന്നത്തെ കാലത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവവചനം അത് പാടില്ല എന്ന് പറഞ്ഞത്. ലേവ്യാപുസ്തകം 25, 39, 40 പറയുന്നു അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷേ എന്നാൽ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു. കടക്കാർ വന്ന് മക്കളെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു, അടിമ വേലയ്ക്ക് വേണ്ടി. ആൺകുഞ്ഞുങ്ങളെ പിടിപ്പാനാണ് അവൻ വന്നത്. ഓർത്തോണേ, ആൺകുഞ്ഞ് എന്നുള്ളത് ആൺമക്കളെന്ന് ജയജീവിതത്തെ കാണിക്കുന്നു. ലെറ്റ് മീ റിമൈൻഡ് യു, ജയജീവിതത്തെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നീ ക്രിസ്തുവിൽ നടക്കുമ്പോൾ നിന്റെ ജയജീവിതം തകർക്കുവാനായിട്ട് സാത്താൻ വലകളെ വിരിക്കും. ആൺമക്കളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്താകും? ഭർത്താവ് മരിച്ചു, മക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്നു, അവളുടെയും വിശ്വാസം തകരും. എന്ന് മാത്രമല്ല, അവൾക്കും പിന്നെ മരിക്കാനേ ഉള്ള വഴി. നീ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നിന്നെ പുറകോട്ട് വലിക്കാനായിട്ട് ശത്രു പലവിധമായ തന്ത്രങ്ങളെ കൊണ്ടുവരും, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ. സ്തോത്രം. ഈ അവസ്ഥയിൽ നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് സഹായിക്കാൻ ഒക്കുമോ എന്ന് ഒരു പക്ഷെ നമ്മൾ ചോദിക്കുമായിരിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് സഹായം വല്ല കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ വീട്ടുകാരോട് ചോദിക്കാമോ? നമ്മുടെ അല്ലെങ്കിൽ അങ്കിളോട് ചോദിക്കാമോ? എല്ലാ സോഴ്സും we will go and knock. പക്ഷെ എന്നാൽ ഇവിടെ ചെയ്തത് എന്താണ്? എലീശയോട് വരുന്നു. ഇപ്പം ഇവരുടെ അവസ്ഥ എന്താണ്? ഒരു പ്രത്യാശയുമില്ല. അവളെ കൊണ്ട് കടം വീടാനൊക്കത്തില്ല. ആ മക്കളെ അവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് തടയാൻ പോലും അവൾക്ക് കഴിയുകയില്ല. വാട്ട് ഷി വിൽ ടെൽ? ഞാൻ 6 മാസം കഴിഞ്ഞ് തിരിച്ചു തരുമെന്ന് പറയാൻ നോക്കുമോ? അവൻ ചോദിക്കും, 6 മാസം കഴിഞ്ഞ് നീ എവിടുന്ന് തരും? So she has come almost to the end of the rope. Now she is only crying, full of sorrow. No one to help her, no one to deliver her.
പക്ഷേ അവൾ ഒന്ന് ചെയ്യുന്നു. അവൾ എലീശാവോട് ചെല്ലുന്നു. ബ്രദർ അത് മനോഹരമായി പാടി. എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും, ആകാശത്തെയും ഭൂമിയും ഉളവാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. നമ്മൾ ഏത് സാഹചര്യത്തിലും, നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട്. കാരണം we belong to him and he is our God. നമുക്ക് വേണ്ടിയാണ് അവൻ രക്തം ചൊരിഞ്ഞത്. നമ്മുടെ കണ്ണുനീർ കണ്ട് മറികടക്കുന്നവനല്ല അവൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ. So her approach was right. നോർമലി ഇത് പ്രശ്നം ഒത്തിരി ഡീപ്പറായിട്ടും ഡെവലപ്പായും അത് പോകുവാൻ കാരണം when our approach is wrong. So our approach must be right. Proverbs 15:3 2 Chronicles chapter 16 verse 9 നമ്മൾ കാണുന്നത് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ഹീബ്രൂസ് 4:15 വായിച്ചു നോക്കുക. നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ. വായിച്ചു നോക്കുക. ഹീബ്രൂസ് 4:15. എല്ലാം വായിപ്പിക്കുന്നില്ല, ചിലത് അറ്റ്ലീസ്റ്റ്. നമുക്കുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല. നമുക്കൊരു നല്ല മഹാപുരോഹിതനുണ്ട്, നമുക്കൊരു നല്ല ഇടയനുണ്ട്, നമുക്ക് ചാരിക്കിടക്കുവാൻ നല്ല ഒരു മാർവിടമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. You can approach him in the morning, in the afternoon, in the night, whenever you are, wherever you are. സമയഭേദം കൂടാതെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. 1 പത്രോസ് 5:7 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഫിലിപ്പിയ ലേഖനം 4:6-7 വായിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കണം. ദാറ്റ് മീൻസ് അവളുടെ അപ്രോച്ച് റൈറ്റാണ്. ശരി, എല്ലാ പ്രശ്നത്തിനും 2 വ്യൂസ് ഉണ്ട്. The solving the problems. One is human way of solving problem, one is God's way of solving problems. ഒന്ന് നമ്മുടെ ഹ്യൂമൻ വേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർ, നമ്മുടെ നോളേജ്, നമ്മുടെ പൊസിഷൻ, ഇതെല്ലാം ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷേ we should have a 4th dimensional view. ഉയരത്തിലിരുന്ന് നമുക്കതെ കാണുവാൻ കഴിയണം. ദൈവത്തിൻ്റെ കണ്ണുകളിൽ കൂടി അതെ കാണുവാൻ കഴിയണം. We must absolutely surrender to God, trusting him 100%. നമ്മുടെ എല്ലാ ഭാരങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം. അത് ഇച്ചിരി പോലും ബാക്കി വെക്കരുത്, എല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവൾ എലീശാവോട് ചെന്ന് റൈറ്റ് അപ്രോച്ച് അല്ലേ? അവൾ എന്താ വേണ്ടത്? അവൾക്ക് കടം ഭാരങ്ങൾ വീടി കിട്ടണം, അവരുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകരുത്. ദാറ്റ്സ് ഓൾ ഷീ നീഡ്സ്. അതിനെന്ത് വേണം? കുറച്ച് പണം വേണം, അല്ലേ? അപ്പോൾ അവൾ ചെന്നിട്ട് എലീശായോട് പറയുന്നു, എൻ്റെ പ്രശ്നം ഇതാണ്, കടംഭാരം, മക്കളെ പിടിച്ചോണ്ട് പോകാനിരിക്കുന്നു, സോ ഡു മീ സംതിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഐ നീഡ് മണി. പൈസ ഉണ്ടെങ്കിൽ എലീശാവ് എടുത്ത് കൈ തരണം. ഇല്ല എനിക്ക് പറയണം എൻ്റെ കയ്യിലില്ല. അപ്പുറത്തെ ഒരു ബ്രദറുടെ പേര് പറഞ്ഞു, ആ പുള്ളി നല്ല പൈസക്കാരനാണ്, അവിടെ പോയി ചോദിച്ചു എന്ന് പറയണം, ഇല്ലേ? എന്തെങ്കിലും ഒന്നല്ലേ പറയേണ്ടത്. പക്ഷേ പുള്ളി മറിച്ച് ചോദ്യം ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഇതെന്തോ ഒരു ചോദ്യമായത്? എനിക്ക് പൈസ വേണമെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു, എന്തു വേണമെന്ന് ചോദിച്ചാൽ എന്തുവാ ഞാൻ പറയണം? ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൊതുവെ ആൾക്കാർ വീര്യ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7:22-23 നമ്മൾ വായിക്കുമ്പോൾ, ഇന്ന് വീര്യ പ്രവർത്തിക്കാർ അല്ലേ? ഇന്ന് എല്ലാവർക്കും വേണ്ടത് എന്താണ്? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിമിഷത്തിൽ നടക്കണം എന്ന് പറയുമ്പോൾ അവിടെ മാങ്ങ ഉണ്ടാകണം, അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാകണം, എല്ലാം വേണം. ഇൻ 1 second
They don't want to surrender to God. They don't want to listen to God. They don't want to obey God. They don't want to follow God. ഒന്നും വേണ്ട. പ്രശ്നം ഞാൻ ഓടി വരും, നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് അനുഗ്രഹം കിട്ടണം, ഓടിക്കൊണ്ട് ഞാൻ പോകണം, അടുത്ത ഞായറാഴ്ച പോലും ഞാൻ വരത്തില്ല. ഇനി ഞാൻ വരും കേട്ടോ, വീണ്ടും ഒരു ഇടി കിട്ടുമ്പോൾ ഞാൻ വരും. ഇന്ന് മിറാക്കിൾ ക്രൂസേഡ്സ് ഒരുപാടുണ്ട്. പക്ഷെ വിശുദ്ധന്മാർ പറയുന്നത് അത്ഭുത രോഗശാന്തി എന്നല്ല. വിശുദ്ധന്മാർ പഠിപ്പിക്കുന്നത് ദൈവിക രോഗശാന്തി എന്നാണ്. അത്ഭുതങ്ങളല്ല, ദൈവത്തിൻ്റെ വിടുതൽ നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ വിടുതലിനായി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടം വന്നു? ഇതിൽ കൂടി എന്താണ് ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഇതിൽ കൂടി ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? ഒരുപക്ഷെ നമ്മളെ ക്രമീകരിക്കാനായിരിക്കും, നമ്മളെ താഴ്ത്തുവാനായിരിക്കും, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിരിക്കും, നമുക്ക് ഒന്നുകൂടി ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുവാനായിരിക്കും, ദൈവസ്ഥനിൽ കാത്തിരിക്കുവാനായിരിക്കും, ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി അതേ ചെയ്യുവാനായിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിരിക്കും. നമുക്ക് ദൈവനാമത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ്. എൻ്റെ ബ്രദറെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ നിങ്ങളെ. എത്ര ഞങ്ങൾ കണ്ടിട്ടുള്ളതാ, കേട്ടിട്ടുള്ളതാ. വേദപുസ്തകത്തിനകത്തെ ഇതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ എന്നെ എടുത്ത് തരാമോ? ദൈവത്തിന് സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 15 തൊട്ട് 18 വരെ വായിക്കുമ്പോൾ, വേഗത്തിലൊന്ന് വായിക്കാൻ ഒത്താൽ കൊള്ളാം. ശദ്രക്, മേശക്, ആബേദ്നെഗോവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഉണ്ടാക്കിയ വിഗ്രഹത്തെ അവർ വണങ്ങിയില്ല. അവരെ ഇപ്പോൾ തീച്ചൂളയ്ക്കകത്ത് ഇടാൻ പോകുകയാണ്. അവരോട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടുത്തില്ലയോ? ആ ആ ആ ആ ആ ആ ആ മതി. ചോദിക്കുന്നത് രാജാവാ. രാജാവിനെ ധിക്കരിച്ച് സംസാരിച്ചാൽ അത് മതി തീച്ചോളയ്ക്കകത്ത് കിടക്കാൻ. പക്ഷേ ഇത് രാജാവ് ചോദിച്ച ചോദ്യം. ശദ്രക്, മേശക്, ആബേദ്നെഗോ എന്തോ പറഞ്ഞു? താഴോട്ട് വായിച്ചാട്ടെ. രാജാവിനോട്, സാധാരണക്കാരനോട് അല്ല കേട്ടോ, അവന്റെ പ്യൂണോടല്ല സംസാരിക്കുന്നത്. ആമേൻ. അവൻ രാജാവിനോട് പറയുകയാണ്. എന്താണ്? നെബൂഖദ്നേസരേ, ഒന്ന് കേട്ടോ. കിങ് ഈസ് ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. ഇപ്പൊ അവര് പറയുന്നത് there is no need for us to answer you. അത് മതിയല്ല അവർ അറസ്റ്റ് ചെയ്യാൻ. വേറെ ഒന്നുമേ വേണ്ടല്ലോ. നീ വിഗ്രഹത്തെ വണങ്ങിയോ ഇല്ലയോ ഒന്നും വേണ്ട. ഗാഡ് ഈസ് പുട്ടി അല്ല, ഹി ഈസ് ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. അവർ പറയുന്നത് we don't need to answer you. ആരാ അത് ചോദിക്കുന്നത്? രാജാവാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് സീസാകും. അടുത്തത് വായിച്ചാട്ടെ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്. ഇത് എല്ലാവർക്കും പറയാൻ നോക്കും. അടുത്തത് ആ ആ അല്ലെങ്കിലും ഞങ്ങൾ രാജാവ്, that means ദൈവം ഞങ്ങളെ വിടുവിക്കും. പക്ഷേ that is not the വിഷയം. അതല്ല വിഷയം. അവൻ വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ വിഗ്രഹങ്ങളെ സേവിക്കത്തില്ല. ഞങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ളവനാണ്. ഈ തീച്ചുളയിൽ മാത്രമല്ല, നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും, നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. പക്ഷേ അവൻ വിടുവിച്ചില്ല എങ്കിലും we will not worship the idol which you have made. ഇതെല്ലാം ചുമ്മാ എളുപ്പത്തിൽ പറയാം, എളുപ്പത്തിൽ പ്രസംഗിക്കാം കേട്ടോ. ഒന്ന് കയ്യിലൊന്ന് പിച്ച് നോക്കുക. എന്നിലും ജീവൻ ഉണ്ടോ? എന്നെ കൊണ്ട് ഇങ്ങനെ പറയാൻ നോക്കുമോ? ഇത്രത്തോളമുള്ള ഫെയ്ത്ത് എനിക്ക് ഉണ്ടോ? അതും എപ്പോഴാ? രാജാവിൻ്റെ മുന്നിൽ നിൽക്കുന്നു, തീച്ചൂളം റെഡിയായിരിക്കുന്നു.
പറയാൻ ഒക്കുമോ? അപ്പോസ്തലപ്രവൃത്തി 3:1-10 വായിക്കുമ്പോൾ ഒരു മുടന്തനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൻ ഭിക്ഷയെടുക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. ഭിക്ഷയെടുക്കുവാനാണ് പോയത്. അവന് വേണ്ടത് കാശാണ്. നടക്കാൻ വയ്യ. പത്രോസും യോഹന്നാനും അവിടെ വരുന്നു. അവൻ ഓർക്കുന്നു, കുറഞ്ഞത് ഒരു 5 പൗണ്ടെങ്കിലും കിട്ടും, ഇല്ലയോ? കുറഞ്ഞത്. കാരണം നല്ല വെള്ള ഡ്രസ്സുണ്ട്, കോട്ടുണ്ട്, ഷൂ ഉണ്ട്, ടൈ എല്ലാം ഉണ്ട്. കുറഞ്ഞ ഒരു 5 പൗണ്ട് അല്ല 10 പൗണ്ടെങ്കിലും കിട്ടും. നമ്മൾ ഒന്നുകൂടി നിലവിളിച്ചാലേ കൂടുതലും കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു, എന്താണെന്നറിയോ, നിനക്ക് വേണ്ടത് പൈസ, അത് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. പിന്നെ അവർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവന്റെ കയ്യെ പിടിച്ച് പൊക്കി എഴുന്നേറ്റ് നടപ്പിച്ചു. അവന് വേണ്ടത് എന്താ? പണം. കിട്ടിയത് എന്താ? കാല്. ഇന്ന് അവർ 5 പൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ നാളെ വീണ്ടും അവൻ അവിടെ തന്നെ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നതിന് വീണ്ടും വരുമ്പോൾ വീണ്ടും ഒരു 5 പൗണ്ട് കൂടെ കിട്ടുമെന്ന് അവൻ പ്രതീക്ഷ തന്നെ. പക്ഷെ എന്നാൽ അവന് കാല് റെഡിയായി കിട്ടിയപ്പോൾ അവനിപ്പോ എഴുന്നേറ്റ് നാളെ തൊട്ട് അവൻ ജോലിക്ക് പോകാൻ പോവാ. അവൻ ഇതുപോലെ ഇരിക്കുന്ന 10 പേർക്ക് അവൻ കൊടുക്കാൻ പോവാ 5 പൗണ്ട്. His life is so totally changed. He went for something, but he got something. And that too, not just what he asked, but more than that. Something he must not have even imagined. ദൈവത്തിന് സ്തോത്രം. ഹീബ്രൂസ് 11:35 നമ്മൾ വായിക്കുമ്പോൾ ഭേദ്യമേൽക്കാതെ കഷ്ടം അനുഭവിച്ച സ്ത്രീകളെ കുറിച്ച് വായിക്കുന്നു. ഒരു നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പിനായി അനേകർ കഷ്ടങ്ങളുടെ വിടുതലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എന്നാൽ ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിനായിട്ട് ഭേദ്യമേൽക്കാതെ കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരിക്കലും ഒരു സഭയിൽ പോയപ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റിരുന്ന് സാക്ഷ്യം കൊടുത്തു. കണ്ണുനീരോടെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ കൂലിപ്പണിക്കാരിയാണ്, എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, ഞാൻ ഇവിടെ ഇടുപ്പത്ത് ചൊരുകി വയ്ക്കുന്ന പൈസയെല്ലാം വന്ന് വഴക്കിട്ടേച്ച് എടുത്തുകൊണ്ട് പോയി വീണ്ടും കള്ളു കുടിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ അവസ്ഥ മാറുവാനും എൻ്റെ കഷ്ടങ്ങൾ മാറുവാനും ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് വിശ്വാസമില്ലാതെ കൊച്ചു പയ്യനായിരുന്നു. ഞാൻ അത് ആ സഭയ്ക്ക് ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നതാണ്. ഏറ്റവും പറയുമായിരുന്നു. അപ്പോ മുന്നിലൊരു പാസ്റ്റർ വെള്ളത്തിലുമായിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞു, ദൈവം ഈ സഹോദരനെയും കഷ്ടങ്ങളിൽ കൂടി കൂട്ടിക്കൊടുക്കുവാനായിട്ട് സ്വന്തം ചെയ്യാം. ഇവർക്ക് കുറച്ചുകൂടി കഷ്ടങ്ങളെ കൂട്ടിക്കൊടുക്കാനായിട്ട് സ്വോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ പാസ്റ്റർക്ക് 2 നെട്ട് ലൂസായോ, അല്ലെങ്കിൽ ഹാവ് ഐ കം ടു യുവർ റോങ് പ്ലേസ്. അപ്പോഴാണ് ഈ ഹീബ്രൂസ് 11:35 വായിക്കാൻ പറഞ്ഞത്. നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഭേദ്യമേൽക്കാതെ കഷ്ടം അനുഭവിച്ചോ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവർ ഓടി വന്ന് പ്രാർത്ഥിക്കാൻ. ഇനിയും കഷ്ടങ്ങൾ വരുമ്പോൾ ഒന്നുകൂടി അവർ ദൈവത്തോട് അടുക്കും. ദൈവത്തെ രുചിക്കുവാനും അറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയും. ദൈവത്തിൻ്റെ പ്രവർത്തനം അവരിൽ കൂടി വെളിപ്പെടും. To bring you more closer to God. Maybe this problem. ശരി, ഇനി കർത്താവിന് ഇങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ? കാരണം ബ്രദറെ, ശദ്രക് മേശക് അബേദ്നേഗോ വി അഗ്രി. മുടന്തൻ്റെ കാര്യം വി അഗ്രി. ആ സ്ത്രീകളുടെ കാര്യം വി അഗ്രി. പക്ഷേ എൻ്റെ കർത്താവിന് ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർക്കോസ് സുവിശേഷം 14:36 നമ്മൾ വായിക്കുന്നത്, അവൻ പറയുന്നത്, സകലവും നിന്നാൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇത് നീക്കിക്കളയുക, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നാഥാ. അവൻ്റെ ഇഷ്ടം പറഞ്ഞു. എന്താണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം
നീക്കിക്കളയണമേന്ന്. പക്ഷെ അടുത്ത നിമിഷം പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിൽ കൂടി നിറവേറേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. I go for temporary help, temporary requirement, but God is always giving a permanent solution. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ അമ്മയായ മറിയ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 2:5, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. വേറൊന്നുമല്ല, ആകപ്പാടെ ഒരൊറ്റ അഡ്വൈസേ മേരി പറഞ്ഞിട്ടുള്ളൂ വേദപുസ്തകത്തിൽ. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. വേറെ ഒന്നും വേണ്ട കേട്ടോ. ലോകം എന്തെല്ലാമോ പറയും, ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നിറഞ്ഞ ലോകമാ. പലരും പലതും പറയും, പല മാജിക്കുകളുമുണ്ട്. പക്ഷേ എന്നാൽ ഹല്ലേലൂയ, ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് മാത്രം ചെയ്യുക. ഇവളിപ്പോൾ എലിശാവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞു. എലിശാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറാക്കിൾ വർക്കറാണ്. എലിശാവിടെ ശക്തിയിൽ ഇരട്ടിയായ ശക്തി പ്രാപിച്ചവനാണ്. എലിയാവ് ചെയ്തതിനെക്കാട്ടിലും ഇരട്ടിയായ അത്ഭുതങ്ങളെ ചെയ്തവനാണ് ഈ എലിശാവ്. ഒരൊറ്റ വാക്ക് എലിശാ പറഞ്ഞാൽ മതി, അവിടെ സൗഖ്യം കിട്ടും, അവിടെ അവളുടെ വീട്ടിൽ പണം കൊണ്ട് നിറയും, അവളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കും. സകലവും ചെയ്യുവാൻ അവൻ കഴിവുള്ളവനാണ്. കാരണം അവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. പക്ഷേ he did not do any miracle there. ദൈവത്തിന് സ്തോത്രം. Instead, he allowed her to go through a process. He allowed her to go through a process. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് അവൻ ചോദിച്ചത്, നിനക്ക് എന്ത് വേണമെന്ന്. പറഞ്ഞിട്ട് അവൻ ഒന്ന് കാര്യം പറയുന്നു. ആമേൻ, സ്തോത്രം. ഇവൾ പറയുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറയുന്നത് 4:3 ഒരു ഭരണിയല്ല എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ സ്റ്റാർട്ടിങ് വിത്ത് നത്തിങ് എന്നാണ്. ഇവൾക്ക് വേണ്ടത് എത്ര? എത്രയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 പൈസ. ഇവൾക്ക് വേണ്ടത് ഒരുപാടാ. കാരണം 1 രൂപ 2 രൂപയാണെങ്കിൽ ഇവൾ കൊടുത്താൽ തന്നെ കടഭാരമാണ്. ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇവൻ പറയുന്നത്, നീ ചെന്ന് അയൽക്കാരോട് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്, പിന്നെ അകത്ത് കയറി പാത്രങ്ങളിൽ എണ്ണ പകരുക, നിറഞ്ഞത് മാറ്റി വെക്കണം. കളിയാക്കുന്ന പോലെ ഇല്ലേ ഇങ്ങനെ? ഇതിപ്പോൾ നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ, ഇപ്പം നാളെ നിങ്ങളൊരു പ്രശ്നമായിട്ട് ടൈം അയച്ചോ, ഓക്കെ, ഒരു another 5-10 minutes, it's over. Okay, I have not finished my subject, but okay, another 2-3 minutes, because now your time is over, though my time is not over, and though the word of God is not completed, but then in 2 seconds I'll close everything and tell you. പാത്രങ്ങളെ വാങ്ങിക്കാൻ പറഞ്ഞു. കടംഭാരത്തിലുള്ളവർക്കും വിധവയ്ക്കും മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയില്ല. ഒരു സ്ത്രീ പോയിട്ട് അയൽക്കാരോട് പാത്രങ്ങൾ വാങ്ങിക്കാൻ പോയാൽ ഒരുത്തിനും പാത്രങ്ങളെ കൊടുക്കത്തില്ല. അതും വായ്പ വാങ്ങിക്കാൻ പറയുന്നു, കൊടുക്കത്തില്ല. അത് അവളുടെ സാക്ഷി ജീവിതത്തെ കാണിക്കുന്നു. അവളുടെ കഷ്ടാവസ്ഥയിലും അവൾ ചെന്ന് ചോദിക്കുമ്പോൾ അവളൊരു ദൈവദാസിയാണ് എന്ന് അയൽക്കാർക്ക് മനസ്സിലായത് കൊണ്ടാണ് പാത്രങ്ങളെ കൊടുക്കുന്നത്. പാത്രങ്ങളെ വാങ്ങിച്ചു കൊണ്ട് വരുന്നു. പിള്ളേരോടും ചേർന്നാണ് അകത്ത് കയറേണ്ടത്. ദാറ്റ് മീൻസ് അവർ കുടുംബമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കും വിശ്വസിക്കും ചെയ്യുന്നവരായിരുന്നു. കൊണ്ടുവന്ന പാത്രങ്ങളും വെറും പാത്രമാണ്. കയ്യിലുള്ള ഭരണിയിലും ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ എന്നാൽ അത് ഒഴിക്കുമ്പോൾ നിറഞ്ഞുകൊണ്ടേ വരുന്നു. ദാറ്റ് ഈസ് her faith put into action. നിറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇല്ല എന്ന് പറയുമ്പോൾ അത് നിൽക്കുന്നു.
ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സെൻസാർ ഫിറ്റഡ് പോലെ. ഇല്ല എന്ന് ഇവരുടെ വായിൽ പറഞ്ഞപ്പോൾ നിൽക്കുന്നു. ഒന്നും വ്യാഖ്യാനിക്കാൻ സമയമില്ല. എലിശാവോട് ചെന്ന് പറയുന്നു, എലിശാവ് പറയുന്നു, ഇത് കൊണ്ടുപോയി വിറ്റ് നിന്റെ കടവും വീടി നീ ജീവിച്ചു കൊള്ളുക എന്ന് പറയുന്നു. നേരത്തെ അവൾ കടം ഭാരമുള്ളവളായിരുന്നു, ഇപ്പോഴവളുടെ കടം വീടി എന്ന് മാത്രമല്ല, നേരത്തെ അവരുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ ഇപ്പോഴവർ ബിസിനസ്മാനായി, എണ്ണക്കച്ചവടം ചെയ്യുന്നവരായി. അവൾക്ക് ആമേൻ ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ അവരുടെ കുടുംബം കഴിയുന്നു സുഖമായിട്ട് മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുക്കത്തക്ക രീതിയിൽ. Now she is more blessed and become a business woman. ഞാൻ ഒത്തിരി പറയുന്നില്ല, കാരണം ടൈം ഈസ് ഓവർ. പ്രിയ സഹോദരനാ സഹോദരിയെ, കർത്താവിൽ വിശ്വസിക്കുക. നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്. ഒരു പാട്ടുണ്ടല്ലോ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും, ആരാധിച്ചാൽ അവൻ്റെ വിടുതൽ കാണും, ആശ്രയിച്ചാൽ അവൻ്റെ കരുതൽ കാണും. ഇന്ന് നീ ഈ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ കർത്താവിൽ ശരണപ്പെടുന്നുവെങ്കിൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ കർത്താവ് മാത്രമാണ്. അവനിൽ സമർപ്പിക്കുക. നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അവൻ്റെ മുഖം നോക്കിയവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും മാറും, പ്രശ്നങ്ങൾ മാറും, നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകും. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണും. ഇന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. As the time is over, as it is snatched from my hand, but I honorably hand it over to my pastor. Okay, thank you. Praise the Lord. എടുത്ത് നിൽക്കാം. Praise the Lord. Hallelujah. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ആരാധനയ്ക്കായി, കർത്തൃമേശയ്ക്കായി, ആമേൻ, സാക്ഷ്യങ്ങൾക്കായി, ആമേൻ, പ്രൈസ് ഗോഡ്, കേട്ട വചനങ്ങൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയമാകെ പലകയിൽ, ഞങ്ങളുടെ മനസ്സായ പലകയിൽ എഴുതപ്പെട്ട വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും മറക്കാതെ വണ്ണം ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ ചേർന്നിരിക്കുന്ന ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഏത് വിഷയങ്ങൾക്കും ദൈവം പരിഹാരം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവും ദേഹത്തെയും അവരുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. സഭയെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ദൈവത്തിന് പിരിയാത്ത സാന്നിധ്യം ഞങ്ങളുടെ കൂടെ, ആമേൻ, പ്രൈസ് ഗോഡ്, ഈ ആഴ്ച മുഴുവനും ഹല്ലേലൂയ ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഗമനത്തിൽ, ഞങ്ങളുടെ ആഗമനത്തിൽ, ഞങ്ങളുടെ പിള്ളേരുടെ പഠനത്തിൽ, ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ, എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കെടുത്തതായി സ്തോത്രം, മഹത്വം യാം കർത്താവിനും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദത്തോടെ മടങ്ങി പോകാം. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാഴിയാരെ യഹോവയേ, മനസ്സലിയുടയ മകോനത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോനത പരനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, വിശേഷിച്ചാൽ ഇന്ന് അമ്മേൻ്റെ മെസ്സേജ് കൊടുത്ത അങ്കിളോടും അവരുടെ കുടുംബത്തോടും, അമ്മേൻ, പ്രൈസ് ഗോഡ്, എല്ലാ ലോകം മുഴുവൻ ഇരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അറക്കപ്പെട്ട കുഞ്ഞാണ് നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ.